നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കടലിലൂടെ റഷ്യൻ ചൈനീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന് ഹൂതി നേതാവ് മുഹമ്മദ് അൽ ബുഖൈദി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചൈനീസിന്റെ നിലപാട് വ്യക്തമാവുകയാണ്. ചൈനയുടെ നിലപാട് വ്യക്തമാണ്. ചൈന ആർക്കൊപ്പം എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയെങ്കിലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുന്നു. ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരു കുഴപ്പവുമില്ലാതെ വേണമെങ്കിൽ അവർക്കുള്ള എല്ലാ സുരക്ഷയും നൽകി ഞങ്ങൾ ചെങ്കടലിലൂടെ അവരുടെ ചരക്ക് കപ്പലുകൾക്ക് യാതൊരു തകരാറുമില്ലാതെ അയക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഹൂതികൾ പുറത്തു പറയുന്നത്. റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. റഷ്യയും ചൈനയും ഉൾപ്പെടെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പ്രശ്നമല്ല. അത്തരം കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകുന്നത് ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യത കൂടിയാണ്. കാരണം സ്വതന്ത്ര കപ്പൽ യാത്ര ഞങ്ങളുടെ രാജ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു. യാത്രയുടെ ഗതി മാറ്റാനുള്ള ഹൂതികളുടെ നിർദ്ദേശം അവഗണിച്ച കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ നടത്തിയത്. കപ്പൽ പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. ഗസയിലെ കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് ലക്ഷ്യം. മറ്റുള്ളവർക്കുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ഇസ്രയേലി വ്യവസായിയുമായി ബന്ധമുള്ള വ്യാപാര കപ്പലായ ഗാലക്സി ലീഡർ നവംബറിൽ പിടിച്ചെടുത്തത്. തടവിലുള്ള കപ്പൽ ജീവനക്കാർക്ക് സുഗമമായിരിക്കും. അവർക്ക് ഞങ്ങൾ മികച്ച പരിചരണമാണ് നൽകുന്നത് എന്നും മുഹമ്മദ് അൽ ബുഖൈദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെ US കപ്പലിന് നേരെ തിരിച്ചടിയുണ്ടായി. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇസ്രയേലുമായി ബന്ധമുള്ള നിരവധി കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ചൈനയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കും മറ്റ് യാതൊരുവിധ തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയുള്ള എല്ലാം വ്യക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് കൃത്യമാവുകയാണ്. ഹൂതികൾ ആ ഒരു നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്രയേലിലേക്കുള്ള കപ്പലോ ഇസ്രയേലിൽ നിന്നുള്ള ചരക്ക് കപ്പലോ ഏതായാലും തന്നെ അത് പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പിടിച്ചെടുത്ത കപ്പലിനെ പൂർണ്ണമായി തകർക്കുവാനോ അതിനെ നശിപ്പിക്കുവാനോ ഉള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഇസ്രായേലിനെ സാമ്പത്തികമായി ഞെരുക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഹൂതികളുടെ ഈ പ്രവർത്തനത്തിനെതിരെ വലിയ തോതിലൊരു തിരിച്ചടിയാണ് നടത്തുന്നത് എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ തിരിച്ചടി കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത്.